لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد وإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വീണ്ടും ഒരു അവധിക്കാലത്തിനു കൂടി നമ്മൾ സാക്ഷിയായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കളും കുട്ടികളും അവരുടെ മനോഭാവത്തിൽ കൃത്യമായ ചില പൊളിച്ചെഴുത്തലുകൾ നടത്തേണ്ട ഒരു ഘട്ടമാണ്. രക്ഷിതാക്കൾക്കും വേണം, അതുപോലെ കുട്ടികൾക്കും വേണം അവധിക്കാലത്തോട് എന്തൊരു സമീപനമാണ് എനിക്ക് ഉണ്ടാകേണ്ടത് എന്ന് തീരുമാനിച്ച് ഉറപ്പിക്കണം. എന്നിട്ട് അതിൽ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എഡിറ്റ് ചെയ്യണം. നേർക്ക് നേരെയുള്ള ഒരു കാഴ്ചപ്പാട് നമ്മൾ അവധിക്കാലത്തോട് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. അതില് രക്ഷിതാക്കൾ കൃത്യമായി ഈ സന്ദർഭത്തിൽ ഒരു അവധിക്കാലം മുന്നിൽ വരുമ്പോൾ അവരുടെ മനോഭാവത്തിൽ വരുത്തേണ്ട ചില മാറ്റങ്ങളിൽ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ അവധിക്കാലം വന്നാൽ പൊതുവെ വീടകങ്ങളിൽ ഉള്ള ഒരു ചർച്ചയാണ്, ഇനിയിപ്പോ 2 മാസം എന്താ ചെയ്യുക, ഈ കുട്ടികൾ എന്ത് ചെയ്യും. ഇത് ചില ഉമ്മമാര് ഒരു ദിവസത്തിന് 4 പ്രാവശ്യമെങ്കിലും പറയും. അത് പറയാനുള്ള ചില സാഹചര്യങ്ങൾ മക്കൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി ഇവനെ കൊണ്ട് എന്താ ചെയ്യും, വല്ലാത്തൊരു കഥയിൽ പോയി. ഇങ്ങനെ പലപ്പോഴും നമ്മൾ വീടകങ്ങളിൽ നിന്ന് കേൾക്കാറുണ്ട്. അഥവാ എന്തോ ഒരു പ്രയാസം വന്നിരിക്കുന്നു, ഒരു വിപത്ത് വന്നിരിക്കുന്നു, സ്കൂളൊന്ന് തുറന്നു കിട്ടിയാൽ മതിയിരുന്നു എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് പൊതുവെ ചർച്ചകൾ നടക്കാറുണ്ട്. ഇവിടെയാണ് ആദ്യത്തെ എഡിറ്റിംഗ് വേണ്ടത്. ഒരിക്കലും തന്നെ ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തെ നമ്മൾ ഒരു പ്രയാസത്തോടുകൂടി, പരിഭവത്തോടുകൂടി, വെറുപ്പോടുകൂടി അല്ല നമ്മൾ കാണേണ്ടത്, സമീപിക്കേണ്ടത്. മറിച്ച് ഒഴിവ് സമയം എന്ന് പറയുന്നത് ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നോക്കിയാൽ അതിനേറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ അതൊരു അനുഗ്രഹമാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നിഅമതാനി മഅ്ബൂനുൻ ഫീഹിമാ കതീറുൻ മിനൻ നാസ്. നിഅമതാനി എന്നാണ്, 2 അനുഗ്രഹങ്ങളുണ്ട്. അതിലൊന്നേതാ? പക്ഷെ ആ അനുഗ്രഹങ്ങൾ മിക്കവാറും ആളുകൾ വഞ്ചിതരാകുന്നു. മഅ്ബൂനുൻ ഫീഹിമാ കതീറുൻ മിനൻ നാസ്. മഹാഭൂരിപക്ഷ ആളുകളും അതിൽ വഞ്ചിതരാണ്. ഏതൊക്കെയാണത്? ഒന്ന് പറഞ്ഞത് അസ്സുഹത്ത്, ആരോഗ്യം. മറ്റൊന്ന് വൽ ഫറാഗ്, ഒഴിവ് സമയം. ഈ ഒഴിവ് സമയവും ആരോഗ്യവും എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അത് ഏറ്റവും
സക്രിയമായി നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ആളുകൾ അതിനെക്കുറിച്ച് ഗഫലത്തിലാണുള്ളത്, വഞ്ചനയിലാണുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇതൊരിക്കലും ഒരു പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും മടുപ്പിന്റെയും വെറുപ്പിന്റെയും കുട്ടികളെ കുറിച്ചുള്ള ഒരു ശല്യത്തിന്റെയും സന്ദർഭമായി ഒരു കാരണവശാലും നമ്മൾ കാണാൻ പാടില്ല എന്നതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാല്, ഈ അവധിക്കാലം കൂടിയതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ കാലം എന്ന് തന്നെ പറയുന്നത്. അതായത് 12 മാസമാണ് ഒരു വർഷത്തിനുള്ളത്. അതിൽ 10 മാസമാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസമുള്ളത്, സ്കൂളിൽ പോയുള്ള പഠനമുള്ളത്. 2 മാസം അവർക്ക് വേനൽ അവധിയാണ്. ആ അവധി കൊടുക്കാൻ സർക്കാർ നിശ്ചയിക്കാനുള്ള ഒരു കാരണം ഒന്ന് കാലാവസ്ഥ, കേരളത്തിന്റെ കാലാവസ്ഥയാണ്. കാരണം വെള്ളം വറ്റിപ്പോകുന്ന അവസ്ഥ, അതികഠിനമായ ചൂട്, ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉള്ളതുകൊണ്ട് തന്നെ വിദ്യാലയ പ്രവർത്തനവും പഠനാന്തരീക്ഷവും നല്ലതല്ല. അത് കുട്ടികൾക്ക് റെസ്റ്റ് വേണം. പിന്നെ മറ്റൊന്നെന്താന്ന് ചോദിച്ചാൽ 10 മാസം പഠിച്ച കുട്ടികൾ ഒരു 2 മാസം അവർ മെന്റലി റിലാക്സ് ആവണമെന്ന് തന്നെയാണ്. അത് മനഃശാസ്ത്രപരമായ ഒരു സമീപനത്തിന്റെ കൂടി ഭാഗമാണ്. അഥവാ 10 മാസം പഠിച്ചതിലേറെ ഒരു പക്ഷേ 2 മാസം കൊണ്ട് അവർക്ക് പഠിക്കാൻ കഴിയും. അഥവാ പുസ്തകത്തിന്റെ മുമ്പിൽ ഇരുന്ന് പഠിക്കുക എന്നതായിരിക്കില്ല ആ കാലഘട്ടത്തിലെ രീതി. മറിച്ച് ജീവിതാനുഭവങ്ങളിലൂടെ കുട്ടികൾ തിരിച്ചറിയേണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പൊ അത് തിരിച്ചറിയുവാനും അത് നൽകുവാനുമുള്ള ഒരു സന്ദർഭമായിട്ടാണ് നമ്മൾ ഈ സന്ദർഭത്തെ യഥാർത്ഥത്തിൽ ഇവിടെ കാണേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതായത് മറ്റൊന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തില് നമ്മുടെ കുട്ടികള് നമുക്ക് കിട്ടുന്നുണ്ടോ? ഇപ്പത്തെ അവസ്ഥ എന്താണ്? കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ സംസാരിക്കാൻ എത്ര സമയം കിട്ടുന്നുണ്ട്? അത് ഊഹവും ഏതെങ്കിലും റിപ്പോർട്ടുകളൊന്നും നിങ്ങൾ തേടി പോകണ്ട. നമ്മളെ കാര്യം തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ എടുക്കുക. അപ്പൊ ഏകദേശം 10 ദിവസമായാലും ഇപ്പോൾ ഈ വെക്കേഷൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായിട്ട് നമുക്ക് നമ്മുടെ മക്കളുമായി കുറച്ച് സമയം സംസാരിക്കാനും ഇടപഴകുവാനും എത്രത്തോളം സമയം നമുക്ക് കിട്ടിയെന്ന് നോക്കിയാൽ മതി. അതിന്റെ തൊട്ട് മുമ്പിലേക്ക് പോയാലോ, ഇന്നൊരു 3-ാം വയസ്സ് 4-ാം വയസ്സിലേക്ക് എത്തുന്നതോടുകൂടി കുട്ടികൾ പൂർണ്ണമായിട്ട് എൻഗേജ്ഡ് ആവുകയാണ്. അതായത് അവര് LKG മുതൽ UKG മുതൽ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ അവര് തിരക്കിലേക്ക് തന്നെ പോവുകയാണ് കുട്ടികൾ. പിന്നെ SSLC ആകുമ്പോഴേക്ക് അത് വലിയ തിരക്കായി. പിന്നെ +1 +2 ആകുമ്പോഴേക്ക് ആ രൂപത്തിലായി. അത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും എൻട്രൻസ് എക്സാമിന് ചേർക്കലായി. പിന്നെ ഒരാൾ മരണപ്പെട്ടു, ഒരു വീട്ടിൽ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ആ കുട്ടികൾ അവരവിടെയാണ്, ബാംഗ്ലൂരാണ്, സേലത്താണ്, മറ്റൊരാണ്, അവിടെയാണ്, വരാൻ കഴിയില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ നമ്മുടെ കുട്ടികൾ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വീട്ടിൽ പ്രധാനമായി എല്ലാവരും കൂടുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ കുട്ടികളെ കിട്ടാത്തൊരവസ്ഥ. അഥവാ ഈ കുട്ടികള് പൂർണ്ണമായി ഡിറ്റാച്ച്ഡ് ആയി മാറുകയാണ്. കുടുംബത്തിൽ നിന്നും രക്ഷിതാക്കളിൽ നിന്നും മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സമയം അവർ എൻഗേജ്ഡ് ആകുന്നത് മറ്റുള്ളവരുമായിട്ടാണ്. സ്കൂളിലെ ദിവസമാണെങ്കിൽ ആലോചിച്ചു, നിങ്ങൾ സ്കൂളിലെ ദിവസമാണെങ്കിൽ കുട്ടികൾ കൂടുതൽ സമയം സ്കൂളിലാണ്. ഞങ്ങൾ അധ്യാപകരൊക്കെ സാധാരണ സ്കൂളുകളിൽ രക്ഷിതാക്കളെ വിളിച്ചു വിടുമ്പോൾ പറയാറുണ്ട്, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതിനേക്കാൾ കുട്ടികൾ ഞങ്ങളുടെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്ന്. അഥവാ ഒരു ഫ്രഷായ ഒരു പകൽ സമയം മുഴുവൻ കുട്ടികൾ സ്കൂളിലാണ്. പിന്നെ കുട്ടികളും രക്ഷിതാക്കളും ക്ഷീണിച്ച് അവശരായ ശേഷമാണ് വീട്ടിലേക്ക് എത്തുന്നത്. പിന്നെ കുട്ടികൾ എത്തിയ സമയത്ത് രക്ഷിതാക്കൾ എത്തിയിട്ടുണ്ടാവില്ല. പിന്നെ അവസാനം കുട്ടികൾ ഉറങ്ങിയിട്ടാവും എന്ത് ചെയ്യുക, രക്ഷിതാക്കൾ ജോലി പണിയും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വരിക. ഒരു പക്ഷെ ചില രക്ഷിതാക്കൾ കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് അവരെ ഷോറും മഴയത്ത് നോക്കി പോവുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ തമ്മിൽ കാണുന്നത് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇന്നൊരു സാഹചര്യം. കുട്ടികളെ പരസ്പരം കാണുന്നില്ല, രക്ഷിതാക്കൾ പരസ്പരം കാണുന്നില്ല, സംസാരിക്കുന്നില്ല, സമയം ചിലവഴിക്കുന്നില്ല. ഇനി ഉമ്മമാരെ കാര്യമാണെങ്കിലും അവർ അടുക്കളയിലെ ജോലി മറ്റു കാര്യങ്ങളിലും തിരക്കായിരിക്കും. കുട്ടികൾ എന്തെങ്കിലും ആവശ്യത്തിന് വന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഇപ്പൊ തിരക്കിലാണ്, നീ പോന്ന് പറയും. അപ്പൊ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ ആക്സസ് അല്ല, രക്ഷിതാക്കൾക്ക് കുട്ടികളെയും കിട്ടാത്ത ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത്. ഇനി കുറച്ച് സമയം കിട്ടിയതായിരിക്കും ഒരു വീട്ടിൽ. കുറച്ച് സമയം കിട്ടിയാൽ രണ്ടു കൂട്ടർക്കും എന്താ പണി? രക്ഷിതാക്കൾക്ക് കുറച്ച് സമയം കിട്ടി, കുട്ടികൾക്ക് കുറച്ച് സമയം കിട്ടി, അങ്ങനെ വീട്ടിലുണ്ട് എങ്കിൽ രക്ഷിതാക്കളുടെ ഫോണിൽ അവർ വ്യാപൃതരാകും, കുട്ടികളുടെ ടാബിൽ വ്യാപൃതരാകും. അപ്പോഴും സ്ക്രീനിലേക്കാണ് എല്ലാവരും പോകുന്നത്, രക്ഷിതാക്കളും പോകുന്നത്, കുട്ടികളും പോകുന്നത്. അങ്ങനെയാണ്. അപ്പൊ പരസ്പരമുള്ള ഒരു ബന്ധത്തിന്റെ കുറവ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരു വലിയ വെല്ലുവിളിയായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഒരു അവധിക്കാലം നമ്മുടെ മുമ്പിൽ വരുന്നു എന്ന് പറയുന്നത് ഞാമത്തായി കാണണമെന്ന് ഞാൻ പറയുന്നത്. അഥവാ ഞാൻ കുട്ടികളൊക്കെ തിരക്കിലായിരുന്നു ഈ 10 മാസം, ഈ 2 മാസമെങ്കിലും എനിക്ക് എന്റെ കുട്ടികളെ കിട്ടണം, അവരുമായി സംസാരിക്കണം എന്ന രീതിയിലേക്ക് രക്ഷിതാക്കൾ വരേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിന് അനുകൂലമായി ഇതിനോടുള്ള മനോഭാവം എന്ന് പറയുന്നത്
ഞാനും എന്റെ കുടുംബവും മക്കളുമായി കൂടുതൽ സമയം എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ഈ 2 മാസം എന്ന രീതിയിൽ, പോസിറ്റീവായ രീതിയിൽ രക്ഷിതാക്കൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ്. ഒരിക്കലും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ രക്ഷിതാക്കൾ വെറും ഒരു ATM മെഷീന്റെ പണി മാത്രം എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളൂ. കുട്ടികൾക്ക് എപ്പോഴാണ് വാപ്പാൻ ഓർമ്മ വരിക? പൈസ ആവശ്യം വരുമ്പോ. അവന് ചെറിയ കുട്ടിയാണെങ്കിൽ സൈക്കിൾ ആവശ്യം വരുമ്പോൾ വാപ്പാൻ ഓർമ്മ വരും. അവന് പന്ത് ആവശ്യം വരുമ്പോൾ വാപ്പാൻ ഓർമ്മ വരും. അവന് ഡ്രസ്സ് ആവശ്യം വരുമ്പോൾ വാപ്പാൻ ഓർമ്മ വരും. അവനെന്തെങ്കിലും അസുഖം വന്ന വാപ്പാൻ ഓർമ്മ വരും. അവന് അതുപോലെ തന്നെ കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസത്തിന് വേണ്ടി വലിയ പണം ചെലവഴിക്കേണ്ടി വരുമ്പോൾ വാപ്പാൻ ഓർമ്മ വരും. ആ വാപ്പാനെ നേരിട്ട് കാണാനും സംസാരിക്കാനും വരെ കുട്ടികൾക്ക് താല്പര്യമില്ല. വാപ്പയെന്ന് സംസാരിക്കാൻ പുറപ്പെട്ടാൽ അവർക്ക് നേരില്ല. പക്ഷേ അവർക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാവും. എപ്പോ എനിക്കൊരു 10,000 രൂപ വേണം, എനിക്ക് 25,000 രൂപ വേണം, എന്റെ ഹോസ്റ്റലിലെ ഫീസ് അടക്കാനായിട്ടുണ്ട്. അതും തന്നെ കൈകൊണ്ട് കൊടുക്കുന്ന രക്ഷിതാക്കൾ കുറവാണ്. ഇന്നത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നതോടുകൂടി കുട്ടികൾക്ക് രക്ഷിതാവെന്ന് പറഞ്ഞാൽ വെറും ഒരു ATM മെഷീനിന്റെ ഒരു അനുഭവം മാത്രമാണ് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനധികം ചില രക്ഷിതാക്കൾക്ക് പേടിയാണ്, കുട്ടികളോട് സംസാരിക്കാൻ പേടിയാണ്. അതായത് അവനോട് എന്തെങ്കിലും പറഞ്ഞാൽ, അവനോട് എന്തെങ്കിലും തിരുത്തി കൊടുത്താൽ അവൾ മേത്ത് കൊടുക്കും, പ്രശ്നം ഉണ്ടാക്കും. അവരോട് ഞാനൊന്നും ഉണ്ടാൻ പോകില്ല എന്നിടത്ത് നിൽക്കുന്ന സാഹചര്യം ഇന്ന് നമ്മുടെ രക്ഷിതാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു അവസ്ഥയുള്ള സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു 2 മാസം എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ഞാമത്തായിട്ട് തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഭക്ഷണത്തിനുള്ള വക ഉണ്ടാക്കിയാൽ മാത്രം പോരെ ഇന്ന് രക്ഷിതാക്കൾ, ഭക്ഷണം കഴിപ്പിക്കുക കൂടി വേണം കുട്ടികളെ. ഭക്ഷണം ഉണ്ടാക്കാനുള്ള പൈസയും കാര്യങ്ങളും ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി വെച്ച് ഉമ്മമാരത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ. അതൊന്ന് ഭക്ഷണം കുട്ടികളൊന്ന് കഴിച്ചു കിട്ടണമെങ്കിൽ ചെറിയ കുട്ടി മുതൽ എന്ത് ചെയ്യണം? അവരെ വാരി വലിച്ച് ഒക്കത്ത് വെച്ച് ഏതെങ്കിലും ഗെയിം കാണിച്ചു കൊടുത്ത്, ഏതെങ്കിലും ഫോൺ തുറന്നു വെച്ചു കൊടുത്ത് അതിന്റെ ഒരു അകമ്പടിയോടുകൂടി മാത്രമേ ഇന്ന് ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയുന്നുള്ളൂ. അത് കുട്ടികൾ സമൃദ്ധിയുടെ ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് അങ്ങനെയല്ല. ഈ പ്രായമുള്ള മനുഷ്യന്മാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. താളും തവരയും തിന്ന് ജീവിച്ച ഒരു കാലം നമ്മുടെ ഈ എടത്തനാട്ടുകരയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തേ അന്തമാൻ നിക്കോബാർ ദ്വീപുകളിൽ മണ്ണാർക്കാട് ഉണ്ടാകാനുള്ള കാരണം? എന്തേ മേലാറ്റൂർ ഉണ്ടാകാനുള്ള കാരണം? എന്തേ അവിടെ പെരിന്തൽമണ്ണ ഉണ്ടാകാനുള്ള കാരണം? നമ്മുടെ വാപ്പക്കാരണവന്മാർ ജീവിതത്തോട് മല്ലിട്ടുകൊണ്ട് ജീവിക്കാൻ ഇടം കിട്ടാതെ ആ ബ്രിട്ടീഷുകാരന്റെ ആ പട്ടാളത്തിന്റെ ബൂട്ടിനിടയിൽ അവർ ഞെരിഞ്ഞു തീർന്നപ്പോ രക്ഷയും കൊണ്ട് അങ്ങോട്ട് ഓടിപ്പോയതാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് നാട് കടത്തിയപ്പെട്ടവരാണ്. അങ്ങനെ ജീവിതത്തോട് പോരാടിക്കൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞകാല തലമുറ അതിജീവനത്തിന്റെ പാതയിലൂടെ കടന്നുപോയിട്ടുള്ളത് എങ്കിൽ എല്ലാ പച്ച പരവതാനി വിരിച്ച്, ചുവന്ന പരവതാനി വിരിച്ച് എല്ലാ സുഖത്തിന്റെയും ശീതള ഛായയിലേക്കാണ് ഇന്ന് നമ്മുടെ മക്കൾ ജീവിച്ചു വന്നിരിക്കുന്നത്. ചെറിയൊരു തലവേദന ഉണ്ടായാൽ സഹിക്കാൻ കഴിയില്ല. ഇന്ന് ചോദിച്ച പണം നാളെ കൊടുത്താൽ അവർക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ കുട്ടികൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്ത് ഭക്ഷണം ഉണ്ടാക്കിയ പോരാ, അത് കഴിപ്പിക്കാൻ കൂടി പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ പറയുന്നത് എന്താ അറിയോ? ഈ ഘട്ടത്തിൽ 2 മാസം നിങ്ങൾ ശരിക്കും കണ്ണു തുറന്ന് ഒരു പ്ലാനിങ് നടത്തണമെന്ന് തന്നെയാണ്. ഇപ്പൊ എന്താ ചൂടല്ലേ, നല്ല ചൂടാണ് അല്ലേ? ഈ ചൂടിന്ന് രക്ഷ കിട്ടാൻ നമ്മളിപ്പോ മിക്കവാറും വീടുകളിലൊക്കെ ഇപ്പൊ ഒരു ഗൾഫ് രാജ്യത്തെ പോലെ നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെ AC എന്ന് പറയുന്ന സംവിധാനം വളരെ അപൂർവമായിരുന്നു. ഇന്ന് നമ്മുടെ വീട്ടില് AC-യുടെ സാന്നിധ്യമില്ലാത്ത വീടുകൾ കുറവാണ്, പള്ളികൾ കുറവാണ്. കാരണം സാഹചര്യവും ആ കാലാവസ്ഥ ആ രീതിയിലേക്ക് മാറി വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മുടെ കുട്ടികൾ നേരം വെളുക്കുന്നത് വരെ ഫാൻ ഇട്ടുകൊണ്ടല്ലേ കിടന്നുറങ്ങുന്നത്. ആ ഫാൻ നിങ്ങളൊന്ന് ഓഫാക്കാൻ പറഞ്ഞു നോക്കൂ, കഴിയില്ല. രക്ഷിതാക്കൾക്കും കഴിയില്ല, കുട്ടികൾക്കും കഴിയില്ല. കാരണം അങ്ങനത്തെ ഒരു ഹ്യൂമിഡിറ്റിയുള്ള അന്തരീക്ഷം നമുക്കുണ്ട്. ഞാൻ പറയുന്നത്, ആ ഒരു അന്തരീക്ഷത്തെ നമ്മൾ മറികടക്കാൻ വേണ്ടി, ആ ചൂടിനെ മറികടക്കാൻ വേണ്ടി എത്ര കാശ് നമ്മൾ ചിലവാക്കുന്നുണ്ട്, എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, എത്ര കറണ്ട് ബില്ല് നമ്മൾ കൊടുക്കുന്നുണ്ട്. അഥവാ ഇവിടെയുള്ള ഈ ഒരു പ്രയാസം അനുഭവിക്കാൻ പോലും നമുക്ക്, ഈ ചൂട് അനുഭവിക്കാൻ നമ്മൾ പ്രയാസപ്പെടുന്നുണ്ട്. എന്നാ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കും, നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം ഇതിലും വലിയ 70 ഇരട്ടി കത്തിക്കൊണ്ടിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തെ പറ്റി നമുക്ക് എത്രത്തോളം വേവലാതിയുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ലേ അത്? നമുക്ക് സ്വർഗമുണ്ട്, നരകമുണ്ട് എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു അറ്റാക്ക് ഉണ്ടായി മരിച്ചാൽ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നമ്മൾ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ അവിടെ രണ്ടാമത് നമ്മൾ എഴുന്നേറ്റ് വരുമെന്നും, നാളെ പരലോകത്ത് മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടേണ്ടി വരുമെന്നും, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീഹി എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. അതായത്
സിംഹത്തിന്റെ മുന്നിൽപ്പെട്ട ഒരു മാൻപേട വിറളി പിടിച്ചുകൊണ്ട് ജീവനും കൊണ്ട് ഓടുന്നത് പോലെ സ്വന്തം വാപ്പയിൽ നിന്ന് ഉമ്മ ഓടിക്കൊണ്ടിരിക്കും, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ ഓടിക്കൊണ്ടിരിക്കും, സഹോദരങ്ങളിൽ നിന്ന് സഹോദരന്മാർ ഓടിക്കൊണ്ടിരിക്കും. ആരും ആരെയും കാണാനും പരിഗണിക്കാനും കഴിയാത്ത ഒരു സന്ദർഭത്തിന്റെ പേരാണ് പരലോകം മഹ്ശറ എന്ന് പറയുന്നത്. 28 കൊല്ലം മണലാരണ്യത്തിൽ പോയി നമ്മൾ കഠിനാധ്വാനം ചെയ്തത് നമ്മുടെ മക്കൾക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി കൊടുക്കാനാണ്, അവർക്ക് നല്ലൊരു ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അവർക്ക് വീടുണ്ടാക്കാൻ കൊടുക്കുമ്പോഴേക്ക് വേണ്ടിയാണ്. ആ അധ്വാനമൊക്കെ ചെയ്തത് ഈ ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ്. എന്നാൽ വല്ലാഖിറതു ഖൈറും വഅബ്ഖാ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോകമാകുന്നു എന്നുറച്ചു വിശ്വസിക്കുന്ന അവിടെ മരണമില്ല. ആ മരണമില്ലാത്ത ലോകത്ത് എന്റെ കുട്ടി നരകത്ത് പോയിക്കൂടാ എന്ന ചിന്ത നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ, എന്റെ ഭാര്യ നരകത്ത് പോയിക്കൂടാ എന്ന ചിന്ത നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ ഒരു പ്രശ്നം അവിടെ നമുക്ക് തന്നെ ഇതിൽ വിശ്വാസമില്ല എന്നതാണ്, നമുക്ക് തന്നെ ഇത് തലയിൽ തട്ടിയിട്ടില്ല എന്നതാണ്, നമുക്ക് തന്നെ ഇത് ഹൃദയത്തിൽ കൊണ്ടിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താ ഖുർആൻ പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ തടിയെ കാക്കണം, നിങ്ങളുടെ ശരീരത്തെ കാക്കണം. അവിടെ നിർത്തിയില്ല, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തിന്റെയും ശരീരത്തെ നിങ്ങൾ സംരക്ഷിക്കണം. എന്തിൽ നിന്ന്? നാറാ, ആ തീയിൽ നിന്ന്. എന്താണ് ആ തീയിന്റെ പ്രത്യേകത? വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകാഗ്നിയിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമായിരിക്കുമെന്നാണ്. ഇന്ന് നമ്മൾ അടുപ്പുണ്ടാക്കാൻ വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന കരിങ്കല്ല് ഉപയോഗിക്കും, ഇഷ്ടിക ഉപയോഗിക്കും, വെട്ടുകല്ല് ഉപയോഗിക്കും. എന്തേ കാര്യം? നമ്മളിവിടെ ഉപയോഗിക്കുന്ന തീ കൊണ്ട് കത്തിച്ചാൽ ഇഷ്ടിക കത്തില്ല, കരിങ്കല്ല് കത്തില്ല, അതിന് മാത്രം ശക്തി നമ്മളെ കല്ലിന് നമ്മുടെ തീയിനില്ല. എന്നാൽ നരകത്തിൽ കത്തുന്നത് കല്ലാണ്, പാറ കത്തുന്ന നരകം, ആ പർവ്വതങ്ങൾ കത്തുന്ന നരകം, ഹിമാലയ സാനുക്കളെക്കാൾ വലിയ പർവ്വതങ്ങൾ നിന്ന് കത്തുന്ന നരകം, മനുഷ്യരെ കത്തിക്കുന്ന നരകം. അതാണ് നരകത്തിന്റെ പ്രത്യേകത. മാത്രവുമല്ല, അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, എത്ര വലിയ കടുത്ത ഹൃദയമുള്ള ആളുകളാണെങ്കിലും കുറെ കാലം കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ഇല്ലാതെയാവും. ഇപ്പൊ ഈ ജയിൽ വാർഡന്മാരെ പറ്റി കണ്ട് കേട്ടിട്ടില്ല നിങ്ങള്? ജയിലില് കുറ്റവാളികളായി പിടിച്ച ആളുകൾക്ക് പിന്നീട് അവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കല് പലപ്പോഴും അവരെ വാർഡന്മാരാണ്. കാരണം ദിവസവും കാണില്ല, മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും കൊണ്ട് കാണില്ല. അപ്പൊ അവസാനം എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം ചെയ്തു കൊടുക്കും. മനുഷ്യന്റെ മനസ്സിന്റെ സ്വഭാവമാണ്. എന്ന് നരകം അങ്ങനെയല്ല. നരകത്തിൽ യുഗാന്തരങ്ങളോളം നമ്മൾ വെന്തുരുകിയാലും അതിന് കാവൽ നിൽക്കുന്ന മലക്കുകളെ കുറിച്ച് പറഞ്ഞത് എന്താ? മലായികത്തുൻ ഗിലാദുൻ ശിദാദ്, കഠിനന്മാരായ പരുക്കന്മാരായ ഒരു പ്രത്യേക പ്രകൃതമുള്ള മലക്കുകളെയാണ് അവിടെ കാവലാക്കി ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് ദയ ഉണ്ടാവുകയില്ല, അവർക്ക് വാത്സല്യം ഉണ്ടാവുകയില്ല. അവരോട് കൽപ്പിച്ചതെന്തോ അത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള ഒരു നരകം ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, യുഗങ്ങളോളം ഖാലിദീന ഫീഹാ, എന്നെന്നും അവർ കടന്നെരിയും. സുഹൃത്തുക്കളെ, നമ്മുടെ കുട്ടിക്കൊന്ന് പൊള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കോ? നമ്മുടെ കുട്ടി ബൈക്കോ തട്ടിയിട്ട് അവിടെ വീണ് കിടക്കുന്നതിൽ ബ്ലഡ് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കോ? ആ ബ്ലഡ് പോയിക്കൊണ്ടേയിരിക്കുകയാണെങ്കിലോ, ആ കത്തിയ തീ കുട്ടിയുടെ ദേഹത്ത് നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ, മരിക്കാതെ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ സഹിക്കോ നമുക്ക്? ഇല്ലല്ലോ. അതിലേറെ ഗുരുതരല്ലേ സുഹൃത്തുക്കളെ ഈ നരകം? അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ പറയുക, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അതിനെ പരീക്ഷിക്കാൻ വേണ്ടി പടച്ചോൻ പറഞ്ഞയച്ച ഒരു ദുനിയാവിന്റെ പേരാണ് സുഹൃത്തുക്കളെ ഈ ലോകം എന്ന് പറയുന്നത്. നമുക്ക് ശൈത്താൻ തോന്നിപ്പിച്ചതാണ് ഈ ഇവിടെ എല്ലാ കാലത്തും ജീവിക്കും, എന്റെ ഈ 4-5 ശമ്പളം എന്നും ഉണ്ടാവും, ഇപ്പൊ ആളുകൾ എന്നെ ബഹുമാനിക്കണ എല്ലാ ബഹുമാനം എപ്പോഴും ഉണ്ടാവും, ഈ എന്നെ ഇവിടുത്തെ വലിയ ആള്, അതൊക്കെ ഒരു ശ്വാസം വിട്ട് വന്നാൽ കഴിഞ്ഞില്ലേ? ഒരു നരമ്പ് ഈ പോണ വഴിക്കുന്ന ലേശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ കഴിഞ്ഞില്ലേ? രാവിലെ എണീക്കുമ്പോ ഒന്ന് വഴിക്ക് വീണാ കഴിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? പിന്നെ പോണ്ട ഇവിടുന്ന് പോണം. അതുകൊണ്ട് നമുക്ക് ശൈത്താൻ നമുക്ക് ദുനിയാവാണ് വലുത് എന്ന് തോന്നിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ പ്രാധാന്യം എന്ത്? മതപരമായ കാര്യത്തിനും നിസ്കാരത്തിനും മറ്റു കാര്യങ്ങൾക്കും മതപരമായ ക്ലാസ്സിനും കാര്യങ്ങൾക്കും ഒക്കെ ഉള്ളൂ. അത് മാറണം. അത് മാറാൻ നമ്മുടെ കുടുംബസമേതം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു 2 മാസമാണ് നമുക്കിവിടെ കിട്ടുന്നത് എന്ന് മനസ്സിലാവും. ഒന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു ശാപമല്ല. ഈ വേനൽക്കാലം എന്ന് പറയുന്നത് ഒരു കടം തീർക്കലാണ്. ഇതുവരെ എന്റെ കുട്ടികളുമായിട്ട് എനിക്ക് കൂടാൻ പറ്റിയിട്ടില്ല, സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അതിനെനിക്ക് പടച്ചോൻ തന്ന ഒരു സമയമാണ് ഈ 2 മാസം എന്ന് വിചാരിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഇതൊക്കെ വേറെ രക്ഷിതാക്കൾ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, എവിടെ ഇപ്പൊ ഈ ഒരു വെക്കേഷനിൽ കുട്ടീനെ കൊണ്ടുപോയേക്കാൻ പറ്റുന്ന സ്ഥലം ഒന്ന് നന്നാക്കി കിട്ടാൻ പറ്റിയതല്ലേ അവിടെ? ഒന്ന് നിങ്ങൾ ഓർത്തോളി, ഈ 2 മാസം നിങ്ങൾ അങ്ങനെ കുട്ടികളെ വല്ലാതെ എവിടെയും കൊണ്ടുപോയേക്കണ്ട.
പോയി വരാൻ പറ്റുന്ന സ്ഥലത്ത് മതി. ഏറി വന്ന 1, 2, 3 ദിവസം. ഇപ്പൊ ഈ 2 മാസം നമ്മളോടൊപ്പം വളർന്ന കുട്ടികൾ. ഇത് കോൺട്രാക്ട് കൊടുത്ത് നന്നാക്കാൻ പറ്റിയ ഏർപ്പാടല്ല. ഇത് മത്തിയല്ല. വാങ്ങിക്കൊണ്ടുവന്ന മത്തി നന്നാക്കണ മാതിരി ചെളുക്ക് ഒഴിവാക്കി നന്നാക്കി കണ്ട് ആരെങ്കിലും തരാൻ പറ്റിയ സാധനമല്ലേ മക്കൾ എന്ന് പറയുന്നത്. അത് നമ്മളെ കുട്ടികളാണെങ്കിൽ നമ്മൾ വളർത്തണമല്ലോ. അത് ആർക്കെങ്കിലും അവൻ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, ആ ഓൺലൈൻ ക്ലാസ്സിലുള്ള ടീച്ചർ അങ്ങനെ എടുത്തോളും. ഓരോന്ന് കരാർ കൊടുക്കും ഓരോരുത്തർക്ക്. എനിക്ക് പണിയൊന്നുമില്ല, രക്ഷിതാക്കൾക്കൊന്നും. അതിന് പൈസ കൊടുക്കുക, അതിന് പണം അയച്ചു കൊടുക്കുന്ന പണി മാത്രം. അങ്ങനെ ആ പറ്റൂല. നമ്മളെ കുട്ടികളെ നമ്മൾ ചേർത്ത് പിടിക്കും. അതോടൊപ്പം തന്നെ അവരോട് നമ്മൾ സമയം അനുവദിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇന്ന് ഏറ്റവും കുട്ടികൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയോട് ചോദിച്ചതരെ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ, ആരാകാനാണ് ഇഷ്ടം? ആ കുട്ടി മറുപടി പറഞ്ഞത് എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ തിരക്കിടില്ല എന്നുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, വീട്ടിൽ വന്ന എല്ലാവരും നോക്കുന്നത് മൊബൈലിനെയാണ്. അപ്പൊ ഞാനൊരു മൊബൈലായ എല്ലാവരും എന്നെ നോക്കുമല്ലോ. അപ്പൊ കുട്ടികൾക്കുള്ളൊരു പ്രശ്നമാണത്. കുട്ടികളാരും നോക്കണില്ല. അപ്പൊ കുട്ടികൾക്ക് സമയമാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് ഈ വേനൽക്കാലത്ത് കൊടുക്കാൻ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ ഷെഡ്യൂൾ വേണം. അത് നമ്മൾ ശ്രദ്ധിക്കണം. രക്ഷിതാക്കൾ കുട്ടികളുടെ സുഹൃത്തുക്കളാണ്. കുട്ടികൾക്ക് ഇപ്പം എന്താ രക്ഷിതാക്കളെ പറ്റിയൊരു മനോഭാവം എന്താ? വാപ്പ ഒന്ന് തന്നെ ചീത്ത പറയുന്നുള്ളതാണ്. നല്ലത് പറയുന്നത് തോന്നുന്ന കുട്ടികൾ എത്ര ഉണ്ട് നമുക്ക്? അത് നമ്മൾ കുട്ടികളോട് ഇടപെടും, സമയം ചെലവാക്കും, അവരെ കൗൺസിലിങ്ങിന് കൊണ്ട്. എപ്പോന്നറിയോ ഒരു പ്രശ്നം ഉണ്ടാവും. കുട്ടികളോ ലഹരിക്ക് ബാധിതരായി, അല്ലെങ്കിൽ ഒരു പ്രണയത്തിൽ പോയി കുടുങ്ങി, ഒരു കുഴപ്പത്തിൽ പോയി പെട്ടു, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഇടപെടും, സമയം ഉണ്ടാക്കും, അതിന് കൊണ്ടുപോകാനും ആശുപത്രി കൊണ്ടുപോകാനോ. ആ സമയം എന്ത് ചെയ്താൽ മതി? ജീവിതത്തിൽ മൊത്തം കുറച്ച് സമയം എടുത്താൽ മതി. അത് 2, 3, 4 മാസം അതിന് ഒന്നിച്ച് ചെലവാക്കുന്ന സമയം എന്ത് ചെയ്യാറിയോ? എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ അതിന് ചെലവാക്കിയാൽ പറ്റുന്ന വിഷയം തീരും. അതിനെന്ത് വേണം? കുട്ടികളോട് യാ ബുനയ്യ, ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിനെ വിളിച്ചത് എങ്ങനെ? യാ ബുനയ്യ, പൊന്നു മോനെ, പൊന്നു മോനെ എന്ന് കുട്ടികളെ വിളിക്കാൻ പറ്റുന്ന ഒരു ബന്ധം നമ്മൾ തമ്മിലുണ്ടോ? ഇന്ന് പോയിട്ട് പൊന്നു മോനെ ഇവിടെ നിന്ന് പറഞ്ഞ വാപ്പാക്ക് എന്തോ പറ്റിയെന്ന് പറഞ്ഞു കുട്ടികൾ. വാപ്പ ഇതുവരെ എന്നെ അങ്ങനെ വിളിച്ചിട്ടില്ല. കാരണം കുട്ടികൾക്ക് അനുഭവം എന്നത്. അപ്പൊ നമ്മൾ കുട്ടികളുടെ ഒരു സുഹൃത്താണ്. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇടപെടുന്ന ഒരു ജയിൽ വാർഡനാകാൻ പാടില്ല. നമ്മൾ കുട്ടികളോട് എപ്പോഴും എന്ത് ചെയ്യണം? ഒരു സുഹൃത്തുക്കൾ. അപ്പൊ എന്തായെന്നറിയോ? അവർ എഡിറ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് കൃത്യമായി എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോഴേ എഡിറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. പ്രശ്നം വരുമ്പോൾ മാത്രം സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ കുട്ടികൾ വീട്ടിലുള്ള നേരത്തെ എന്ത് ചെയ്യണം? രക്ഷിതാക്കളോട് ഞാൻ പറയുന്നത്, ഈ 2 മാസങ്ങൾ എന്ത് ചെയ്യാം? നേരത്തെ അങ്ങാടിയിൽ നിന്ന് പോവുക. ഈ അങ്ങാടി പോയിട്ട് സമയം വെറുതെ അവിടെ അവനാന്റെ കുട്ടികളുടെ അടുത്ത് ഭാര്യന്റെ അടുത്ത് ഇരിക്കേണ്ട സമയമാണ് അങ്ങാടിയിൽ വെറുതെ സുറച്ചിരിക്കുന്നത്. എന്നിട്ട് എല്ലാവരും ഉറങ്ങിന്ന് ഉറപ്പ് വരുത്തി അവസാനത്തെ കുട്ടിയും വീട്ടിൽ ഉറങ്ങിയിട്ടേ പേച്ച ആൾക്കാർ വീട്ടിൽ നിന്ന് കയറി വരുള്ളൂ. മാറ്റണത് നമ്മൾ വേനൽക്കാലം പറയുമ്പോൾ കുട്ടികളെ നന്നാക്കുക. കുട്ടികൾ അങ്ങനെയല്ല, രക്ഷിതാക്കളും കുറച്ച് നന്നാണ്ട്. രക്ഷിതാക്കൾ നിർബന്ധമായിട്ടൊരു മനസ്സ് പ്ലാന് വെച്ച് എന്ത് ചെയ്യാ? വൈകുന്നേരം കുറച്ച് സമയമൊക്കെ ഒന്ന് അവരുടെ ജോലി ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ. പൈസക്കാണ് നമ്മൾ പണിയെടുക്കുന്നത്, കച്ചവടം ചെയ്യുന്നത്, വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പൈസ ഉണ്ടാക്കിയിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. ആ കുട്ടികൾ പിന്നെ നമ്മൾ വിദേശമാര് വളർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ പൈസ? എന്തിനാ കാശ്? അപ്പൊ സമയം നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് കൊടുക്കണം. വീട്ടിക്ക് നേരത്തെ എത്തണം. അതുപോലെ തന്നെ ചില വീടുകളിലുള്ളതെന്ന് വെച്ചാൽ കുട്ടികളെ കാര്യം ഉമ്മാക്ക് കോൺട്രാക്ട് കൊടുക്കും. ആ കുട്ടികളെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം കണക്കാണ്, കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്തം കണക്കാണ്. എനിക്കതൊന്നുമില്ല. അങ്ങനെ രക്ഷിതാക്കൾ തീരുമാനിക്കാൻ പാടില്ല. കുട്ടികളെ വാപ്പി ഉമ്മി ഒന്നിച്ചു വളർത്തണം. ഒന്നിച്ചു വളർത്തുമ്പോഴേ ആ കുട്ടികൾ ശരിയായ രീതിയിലേക്ക് കടന്നു വരികയുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഹല വാലിദുൻ വലദൻ മിൻ നഹ്ലിൻ അഫ്ളു മിൻ അദബിൻ ഹസന. അതായത് പ്രധാനപ്പെട്ട ഒരു സമ്മാനം, ഏറ്റവും നല്ല സമ്മാനം രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഏതാണ്? അദബുൻ ഹസൻ എന്നാണ്. അതായത് ഏറ്റവും നല്ല മര്യാദ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കലാണ് കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞു. മൂന്നാമത്തെ ഒരു കാര്യം രക്ഷിതാക്കൾ എടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വേനൽക്കാലത്ത് സമീപിക്കുമ്പോൾ ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ കുട്ടികളിൽ നിന്ന് പോയിട്ട് കുട്ടികളെ നന്നായിട്ട് പിടിച്ച് ജയിലിടാൻ പാടില്ല. അതായത് കുട്ടികളെ വരിഞ്ഞു മുറുക്കാനും പാടില്ല, എന്നാൽ യഥേഷ്ടം തുറന്നു വിടാനും പാടില്ല. ഒരു പക്ഷിനെ നമ്മൾ എങ്ങനെ പിടിക്കുക? പക്ഷിയെ കയ്യിൽ പിടിക്കുമ്പോൾ ആ പക്ഷിയെ നമ്മൾ അമർത്തി പിടിച്ച ആ പക്ഷിയെ ചാവും. അത് 2 കൈയും തുറന്നു വെച്ചാലോ അത് പറന്നു പോവുകയും ചെയ്യും. ഇതിന് 2ന്റെ ഇടയിലുള്ള ഒരു പിടുത്താണ് കുട്ടികളെ നമ്മൾ പിടിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടത്. ഈ 2 മാസം അവർക്ക് റിലാക്സ് ആകാൻ സമയം കൊടുക്കണം, അവർക്ക് കളിക്കാൻ സമയം കൊടുക്കണം, അവരുടെ കൂട്ടുകാരോടൊപ്പം സഞ്ചരിക്കാൻ സമയം കൊടുക്കണം. എല്ലാ കാര്യത്തിലും നമ്മൾ സമയം കൊടുക്കണം. എന്നാൽ അവര് എല്ലാത്തിനും സമയം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എവിടെ പോയത്? ഇന്നെവിടെ മോനെ എവിടെയുള്ളത്? അവൻ വിരുന്ന് പോയതാണ്. എവിടേക്കാതൊന്നും അറിയില്ല. അത് ഇളയമാന്റെ വീട്ടിൽ പോയി. ഇപ്പൊ ചോദിച്ചു നോക്കുമ്പോൾ അവന്റെ അമ്മോനോട് എത്തിയിട്ടുണ്ട്. പിന്നെ പെരുന്നാളിന് പോയതാണ്, അപ്പൊ മഞ്ചേരി എത്തിയിട്ടുണ്ട്. അങ്ങനെ എവിടെ പോണു എന്താ പോണു എന്നറിയാതെ കയറൂരി വിടുന്ന ഒരു സ്വഭാവം ഒരിക്കലും തന്നെ പാടില്ല. കുട്ടി എവിടെയുണ്ട് ഒരു റിമോട്ട് കൺട്രോൾ പോലെ ആയിരിക്കണം, നമ്മുടെ കയ്യിലായിരിക്കണം അതിന്റെ കൺട്രോൾ.
ആ ഒരു രീതിയിലേക്ക് ഒരു സമീപനമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അതായത് ഗെയിം, മൊബൈല് ഇത് ഉപയോഗിക്കരുത് എന്നാണ് ഇപ്പൊ എല്ലാവർക്കും പറയാനുണ്ടാകുക. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് പകരം അതിൽ ഉപയോഗിക്കാനും സമയം കളയാനും പറ്റാത്ത വിധം മറ്റൊരു ഷെഡ്യൂൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതാ ചെയ്യേണ്ടത്. മൊബൈൽ ഉപയോഗിക്കരുത് എന്ന് പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാകരുത് വരിയില്ല. അതിനെന്ത് വേണം? വേറൊരു ഷെഡ്യൂൾ വേണം. ചെയ്യരുത് എന്ന് പറയാനാണ് എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെയല്ല ഇനി നമ്മൾ ചെയ്യേണ്ടത്. ചെയ്യേണ്ടത് എന്ത് എന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഒരാള് വായിലൊരു തുപ്പലും വെച്ചിങ്ങനെ നടക്കുക. എവിടെ ചെന്നാലും ബോർഡ് ഇവിടെ തുപ്പരുത് എന്ന് പറഞ്ഞില്ല. ഇവിടെ തുപ്പേണ്ട ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞാൽ അവിടെ പോയി തുപ്പിയ പോലെ. പക്ഷെ മനസ്സിലായോ? അതേപോലെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്, എന്താ ഈ 2 മാസം ചെയ്യേണ്ടത് നമ്മൾ പ്ലാൻ ഉണ്ടാക്കിയോ? അത് ആരും ഉണ്ടാക്കൂല. ഇതൊരു കുട്ടിയെ മൊബൈൽ എടുത്തു പ്രശ്നമാണ്, കുഴപ്പമാണ്. അവന് നേരെ വടിയും ബോളും ഇട്ട് പോകും. ഞാൻ പറയുന്നത് കുട്ടികൾക്ക് യഥേഷ്ടം കൊടുക്കണം എന്നല്ല, മറിച്ച് അവർക്കൊരു ബദൽ ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം? കുട്ടികളായിട്ട് ചർച്ച ചെയ്യണം. ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഇന്ന് പോയിട്ട് എന്ത് ചെയ്യണം? ഒരു മീറ്റിംഗ് വിളിക്കണം. വരെ പാപ്പി ഇമ്മി മക്കളും കുട്ടികളും ഒന്നിച്ചിരുന്നിട്ട് ഓരോരുത്തരും 2 മാസം എന്ത് ചെയ്യും എന്നത് അവരോട് തന്നെ ഉണ്ടാക്കാൻ പറയാം. എന്നിട്ട് അത് നോക്കിയിട്ട് എന്ത് ചെയ്യും? എഡിറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് നീക്കുപോക്കുകൾ വേണ്ടത്, ഒരു സമയത്തിന് എന്തൊക്കെ വ്യത്യാസം വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൂട്ടായ ഒരു രൂപം ഉണ്ടാക്കുക. അത് അവനാന്റെ പേരിന് മാത്രം ഉണ്ടാക്കിയാലും പോരാ. ഇപ്പൊ കൂട്ടുകുടുംബങ്ങളായി ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ എളാപ്പം മുത്താപ്പം മക്കളും ആളുകളൊക്കെ ഉണ്ടാവും, അമ്മമാരെല്ലാവരും ഉണ്ടാവും. അതിന് ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞ ഈ ഫാമിലി ഗ്രൂപ്പിൽ ഈ ചർച്ച വരണം. ഫാമിലി ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്താ എന്റെ കുട്ടി ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ നമുക്ക് മൊത്തം അങ്ങനെ അന്തരീക്ഷം ഉണ്ടാക്കണം. കാരണം നമ്മളെ കുടുംബത്തിൽ മൊത്തം ഒരു അന്തരീക്ഷം ഉണ്ടാവുമ്പോഴേ നമ്മളെ കുട്ടികൾ ശരിയായി കിട്ടുള്ളൂ. എല്ലാ കുട്ടികളും ഒരു റൂട്ടിലേക്ക് വരേണ്ടതുണ്ട്. അതിന് മൊത്തത്തിൽ എല്ലാവരും ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പൊ എന്തായി? ഇതായിരിക്കും അവിടുത്തെ ക്ലൈമറ്റ്. ഒരു ക്ലൈമറ്റ് സെറ്റ് ചെയ്യണം. ഒരു കുടുംബത്തിൽ ഒരു തറവാട്ടിൽ ഒരു ക്ലൈമറ്റ് സെറ്റ് ചെയ്യണം. ആ ക്ലൈമറ്റിനനുസരിച്ച് പിന്നെ കുട്ടികൾ എന്ത് ചെയ്യുള്ളൂ, നീങ്ങുള്ളൂ. എന്താ ക്ലൈമറ്റ്? വേനൽക്കാലം തന്നാൽ തോന്നിയ മാതിരി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, തോന്നിയതൊക്കെ ചെയ്യുക. അതേപോലെ തന്നെ രാത്രി എപ്പോഴെങ്കിലുമൊക്കെ വരും. ഈ രൂപമാണ് മൊത്തത്തിൽ ആ കുടുംബത്തിന്റെ ക്ലൈമറ്റ് എങ്കിൽ നമ്മളെ കുട്ടികൾ ആ രീതിയിലേക്ക് പോകും. അവരവിടെ പോകുന്നുണ്ട്, ഇവരവിടെ പോകുന്നുണ്ട്, ഇന്നെ മാത്രം പറഞ്ഞേക്കുന്നില്ല എന്ന് കുട്ടി പ്രശ്നം ഉണ്ടാക്കും. അതിനുവേണ്ടി എല്ലാ വീട്ടിലും ഈ ഒരു ഷെഡ്യൂളാണെങ്കിലോ, നിസ്കരിക്കണ നേരത്തെ എല്ലാ കുട്ടികളും നിസ്കരിക്കായിരിക്കും, ഖുർആൻ ഓതുന്ന സമയത്ത് എല്ലാ കുട്ടികളും ഖുർആൻ ഓതിയിരിക്കും, കളിക്കുന്ന സമയത്ത് എല്ലാ കുട്ടികളും കളിക്കായിരിക്കും. അപ്പൊ കളിക്കാനൊരു സമയം ഉണ്ടാവും, ആ സമയത്തെ കളിക്കുള്ളൂ. കാരണം കുട്ടികൾക്ക് തമ്മിൽ ധാരണ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ക്ലാരിറ്റി എന്ത് ചെയ്യണം? നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അഥവാ ഒരു പൊതുവായ പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കണം. നമ്മുടെ കുട്ടിക്ക് മാത്രമായിട്ട് നന്നാകാൻ കഴിയില്ല. അത് സന്ദർഭം കൂടി സാഹചര്യം കൂടി പ്രധാനമാണ്. കാരണം റസൂൽ എന്ന് പറഞ്ഞു, മസലുൽ ജലീസി സ്വാലിഹി വൽ ജലീസി സൂഇ കമസലി സ്വാഹിബുൽ മിസ്ക് വകീലിൽ ഹദ്ദാ. നല്ല സുഹൃത്തിന്റെയും ചീത്ത സുഹൃത്തിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത്, നല്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഒരു അത്തർ കച്ചവടക്കാർ, അത്തർ പോലെയാണ്. ചീത്ത കൂട്ടുകാരെന്ന് പറഞ്ഞാലോ ആലയിലെ ആല പോലെയാണ്, കൊല്ലന്റെ ആല പോലെയാണ്. എന്താ പ്രത്യേകത? നല്ല ഒരു അത്തർ കടയിൽ നമ്മൾ കയറി വിചാരിക്കും. അവിടെ കയറിയോണ്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത്തർ വാങ്ങിയിട്ടില്ലെങ്കിലും അത്തറിന്റെ സ്മെല്ല് നമ്മുടെ ശരീരത്തിൽ കിട്ടും. അതേപോലെ നല്ല ആളുകളുടെ ഒപ്പം നടന്നു കഴിഞ്ഞാൽ അതിനാ നല്ല സ്വഭാവമാണ് നമുക്ക് കിട്ടുക. എന്നാൽ ഒരു കൊല്ലന്റെ ആലയിലാണെങ്കിലോ ഇമ്മ ഒന്നുകിൽ നിന്റെ വസ്ത്രം അത് കരിച്ചു കളയും, ഏതെങ്കിലും തീപ്പൊരി വന്നിട്ട് എന്ത് ചെയ്യും? വസ്ത്രം കരിഞ്ഞു പോകും. അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുന്ന് ഒരു സ്മെല്ലോ കരിയോ പോകുകയോ അത് കിട്ടാതെ അവിടുന്ന് പോരൂല. അതേപോലെ മോശപ്പെട്ട കൂട്ടുകാരെ കൂടെ നമ്മൾ കുട്ടികൾ നടക്കുന്നതെങ്കിൽ അവരടുത്ത് എന്തൊക്കെ ഉണ്ട് വൃത്തികേടുണ്ട് അതൊക്കെ വിട്ടേക്ക് പോകും. അപ്പൊ നമ്മൾ കുടുംബത്തിൽ മൊത്തം എന്ത് ചെയ്യുക? ഒരു നല്ല അന്തരീക്ഷം കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് സമ്മർ ക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റ് ഉണ്ട്. അത് പീസ് റേഡിയോയുടെ കോഴ്സ് ഓപ്ഷനിൽ പോവാം. ആ കോഴ്സ് ഓപ്ഷനിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ 2 മാസം ചെയ്യേണ്ട, അവർക്ക് വൈജ്ഞാനികമായിട്ടും അവരുടെ കളിയുമായി ബന്ധപ്പെട്ടും സോഷ്യൽ മീഡിയയിൽ അവർ ചെയ്യേണ്ടതൊക്കെ ഉണ്ട്. കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ, അതാണ് എന്റെ പേരെന്നെ, എന്റെ മൊത്തത്തിലുള്ള പദ്ധതിയുടെ പേരെന്നെ കുട്ടിക്കളിയല്ല സോഷ്യൽ മീഡിയ എന്ന്. അതിന് നിങ്ങളെ കുട്ടികളെ എൻ്റർ ചെയ്ത് നോക്കി കുട്ടികൾക്ക് കൃത്യമായ പ്ലാൻ ഉണ്ട് വരും. അപ്പൊ ആ പ്ലാനും കാര്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ ഈ ഒരു 2 മാസം എന്ന് പറയുന്നത് ഒരു ശാപമായിട്ട് എടുക്കരുത്. ഇത് കുട്ടികളെ നമ്മളുമായി ചേർത്ത് കെട്ടാൻ പറ്റിയ ഒരു സുവർണാവസരമാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ഒരു പ്ലാൻ ഉണ്ടാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യരായ സത്യവിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്.
രക്ഷിതാക്കളുടെ മനോഭാവത്തിൽ ഈ വേനൽക്കാലത്ത് എന്തുണ്ടാകണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ തന്നെ കുട്ടികളുടെ മനോഭാവത്തിൽ ഉണ്ടാകേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കണം. അവിടെ ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ടല്ലോ, വ്യത്യസ്ത പ്രായക്കാരുണ്ട്. എനിക്ക് അവരോട് പറയാൻ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില കുട്ടികൾ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ ആദ്യം പറയുന്നത് വെച്ചാൽ എനിക്ക് മൊബൈൽ ഉപയോഗിക്കാനുള്ള സമയം എപ്പോഴാണ് വേണം. അതായത് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കുകയാണെങ്കിൽ രാവിലെ തീയതാ ഇന്ന കാര്യങ്ങൾ, മദ്രസ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഇനി എപ്പോഴാണ് മൊബൈൽ ഉപയോഗം. അപ്പൊ മൊബൈൽ ഉപയോഗത്തിന് 1 മണിക്കൂർ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ കുട്ടി ഈ 1 മണിക്കൂർ കിട്ടാൻ വേണ്ടിയാണ് വേറൊക്കെ ചെയ്യുന്നത്. വേറെ എല്ലാം ചെയ്തത് കൊണ്ടുപോയിട്ട് എവിടെ കൊണ്ടുപോയി കളയും? ഈ 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ കളയും. മൊബൈലിൽ എന്താ കാണുന്നത് നമുക്കറിയില്ലല്ലോ. കുട്ടികൾക്ക് ഒരു ധാരണ ഉണ്ട്, എന്ത് ഒരു മൊബൈലിൽ എന്തോന്ന് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടുന്നുള്ളൂ. അത് മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? 2 തരം സന്തോഷം. ഒന്ന് ഒരു എന്താ പറയാ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. അതായത് പെട്ടെന്നുള്ള ഒരു സന്തോഷം. അതാണ് ഈ മദ്യത്തിലൂടെ, സോഷ്യൽ മീഡിയ ഉപയോഗത്തിലൂടെ, ഡാൻസിലൂടെ, പാട്ടിലൂടെ ഒക്കെ കിട്ടുന്നത്. അതിൽ അഭിരമിക്കുമ്പോൾ എന്തോ മനസ്സിന് എന്തോ ഒരു ഹോർമോണൊക്കെ ഉത്പാദിപ്പിക്കുമ്പോൾ അവരുടെ തലച്ചോറ്. പക്ഷെ അതും തീരുന്നതോടുകൂടി അതിന്റെ നേരെ എതിരായ മനോഭാവം. ഈ സിനിമാ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോണ ആൾക്കാർ മുഖം കണ്ടില്ല, വല്ല മയ്യത്ത് മറയത് കണ്ട് പോണ മൈരി അവർ പോവാം. ആകെ മുഖമൊക്കെ വാടിക്കരിഞ്ഞ്. അതായത് അതുപോലെ വലിയ DJ പാർട്ടികളിൽ പങ്കെടുക്കുന്ന ആൾ കഴിഞ്ഞാൽ പിന്നെ അവർ തളർന്നുറങ്ങുകയാണ്. പിന്നെ അവർക്ക് ഒരുപാട് സമയം അന്തസംഘർഷങ്ങളാണ്. പിന്നെ അതുപോലെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ അത് പിന്നെ അതിന്റെ ആ സമയം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഇതല്ല ഒരു മനുഷ്യ ജീവിതത്തിലുള്ള ശരിയായ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനാണ്. അതായത് നീണ്ടു നിൽക്കുന്ന സന്തോഷം. അഥവാ രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ സന്തോഷം കിട്ടണം. അല്ല ആ 1 മണിക്കൂർ സന്തോഷം കിട്ടിയാൽ പോരാ. അത് ദീനോട് കിട്ടും, ജീവിതം കൊണ്ട് കിട്ടും. ജീവിതം തന്നെ സന്തോഷമാണ്. അല്ലാതെ ജീവിതത്തിൽ നിന്ന് സോഷ്യൽ മീഡിയയിലേക്ക് മാറ്റിവെക്കുന്ന ഒരു സമയം മാത്രമല്ല സന്തോഷം. അങ്ങനെയാണ് ലോകം കാണുന്നത്. ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കിപ്പോ രാവിലെ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അറിയുക നിങ്ങളുടെ ഹൃദയത്തിന് സ്വസ്ഥത കിട്ടുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ കൊണ്ടൊന്നു മാത്രമാണ് എന്നാണ്. രാവിലെ സുബഹി നിസ്കരിച്ചുകൊണ്ട് ജമാഅത്ത് കഴിഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം, ഒരു ഖുർആൻ ഓതിങ്ങാണ്ട് അവസാനിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം. റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് നിസ്കരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കൺകുളിർമയുണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ ഒരു മുസ്ലിമിന്റെ സന്തോഷം മതപരമായ ജീവിതത്തിലാകണം, അതിന് പുറത്താകാൻ പാടില്ല. ആ ഒരു കാഴ്ചപ്പാട് എന്ത് ചെയ്യണം കുട്ടികൾക്ക്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ 2 മാസം ഒരു തീരുമാനമെടുക്കുക. കുട്ടികൾ 5 വക്ത് ജമാഅത്ത് ഞാൻ തെറ്റിക്കൂല, എന്നാൽ തന്നെ ജീവിതം ഓർഡറാവും. അതായത് സുബൈക്ക് എഴുന്നേൽക്കും നിർബന്ധം നമ്മൾ തീരുമാനിക്കുക. എന്ന് ഇവിടെ വന്ന കുട്ടികളൊക്കെ തീരുമാനിക്കും. അത് വാപ്പാന്റെ കൂടെ വാപ്പ എഴുന്നേൽക്കുന്നത് വാപ്പാനടക്കം വിളിച്ചിങ്ങാണ്ട് പള്ളിയിൽ കൊണ്ട് ഉത്തരവാദിത്തം നമുക്കാക്കും. അങ്ങനെ ഞങ്ങൾ 5 വക്ത് പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ തീരുമാനിച്ചു വയ്ക്കും. എന്നാൽ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കും. അപ്പൊ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ അതിനനുസരിച്ചെടുത്ത്. അപ്പൊ അനന്തമായ കളി ഉണ്ടാവില്ല. അപ്പൊ 6 മണി കഴിഞ്ഞാൽ കളിയോടെ അവസാനിക്കും. അതിന് കാരണം പള്ളിയിൽ പോണ്ടേ. അത് രാത്രി എന്ത് ചെയ്യൂല, വൈകി ഉറങ്ങൂല. ഇതെന്താ രാത്രി മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് ഗെയിമും കണ്ട് ഒരുപാട് സമയം പോയിട്ട് 2 മണിക്കൊക്കെ കുട്ടികൾ കിടന്നുറങ്ങും. പിന്നെ എങ്ങനെ രാവിലെ എഴുന്നേൽക്കുക? അപ്പൊ രാവിലെ സുബൈക്ക് എഴുന്നേൽക്കുക എന്നുള്ള ഷെഡ്യൂളിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഉറങ്ങും. ഇങ്ങനെ ഒരു നിസ്കാരമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇപ്പൊ അതൊക്കെ കുറെ കഴിഞ്ഞിട്ടല്ലേ എന്ന ചില കുട്ടികളെ വിചാരം. അതൊക്കെ വലുതായിട്ടല്ലേ സംസ്കാരവും പള്ളിയും പരിപാടിയൊക്കെ. ഇപ്പൊ ഞാൻ കുട്ടിയല്ലേ, പഠിച്ചു കൊടുക്കേണ്ട സമയം. ഇത് കുട്ടികൾക്ക് മരണം നേരത്തെ വരില്ല എന്നൊക്കെ അഭിപ്രായം, രോഗം വരില്ല എന്ന അഭിപ്രായം, പ്രയാസം വരില്ല എന്ന അഭിപ്രായം. എത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അല്ലേ. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ എന്ന് പറയും, അദ്ദേഹത്തിന്റെ കുട്ടി ഗൾഫിലാണ്. സ്കൂളിൽ പോകാൻ വേണ്ടി യൂണിഫോം മാറ്റാൻ വേണ്ടി റൂമിന്റെ ഉള്ളിലേക്ക് കയറിയതാണ്. പിന്നെ കുട്ടി പുറത്തു വരുന്നില്ല. പിന്നെ നോക്കുമ്പോൾ എന്താ, കുഴഞ്ഞു വീണിരിക്കുകയാണ്. പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായി, അവിടെ കുഴഞ്ഞു വീണപ്പോൾ വെന്റിലേഷനിലാണ്. അള്ളാഹു ആ മകന് സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. എത്ര പെട്ടെന്ന് ജീവിതം മാറുന്നതെന്ന് അറിയിച്ചു. അപ്പൊ മക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഏത് സമയത്ത് പഠിച്ചാൽ നമുക്ക് എന്ത് പ്രയാസം ഉണ്ടാക്കും, എപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് ജീവിതത്തിൽ എല്ലാം കഴിഞ്ഞിട്ട് നേരാകാന്ന് വിചാരിക്കേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമികമായ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അതുകൊണ്ട് ഒന്ന് ജമാഅത്ത് നിസ്കാരം, മറ്റൊന്ന് കുറച്ച് ഭാഗം നിങ്ങൾ ഹിഫ്ള് പഠിക്കും. അത് തീരുമാനിക്കും. ഈ 2 മാസം കൊണ്ട് എത്ര സൂറത്ത് പഠിക്കുന്ന ഒരു കുട്ടി തീരുമാനിക്കും. അത് നമ്മളെ ഷെഡ്യൂളിൽ എന്ത് ചെയ്യണം, ശരിക്കും വരണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ആ സ്കില്ല് ഏതാണെന്ന് തീരുമാനിക്കുക. അത് തീരുമാനിച്ച് അതിനൊരു സമയം നമ്മൾ കാണും. പിന്നെ കുറച്ച് പുസ്തകം നമ്മൾ സെലക്ട് ചെയ്യുക. ഇന്ന ബുക്കുകൾ ഞാൻ വായിക്കും, ഒരു ദിവസം എത്ര പേജ് ഞാൻ വായിക്കും. അതിൽ ഇസ്ലാമിക പുസ്തകങ്ങളാകാം, മറ്റു പുസ്തകങ്ങളാകാം. അതുപോലെ നമുക്ക് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പൂർത്തി. ഇപ്പൊ കൈയെഴുത്ത്, അത് പ്രയാസമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഒരു ദിവസം 2-3 പേജ് എഴുതുക. ഇംഗ്ലീഷും മലയാളം പിന്നെ ഹിന്ദി ഒക്കെ എഴുതട്ടെ.
അത് എഴുതുമ്പോൾ എന്ത് ചെയ്യുക, കയ്യെഴുത്തും കാര്യങ്ങളും ശരിയാവും. അതുപോലെ ഭാഷ സംസാരിക്കാൻ ഇപ്പൊ ഈ AI സംവിധാനം മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും എന്ത് ചെയ്യാം, അവരുടെ മൊബൈലിൽ പോയോ അങ്ങനെ ആകട്ടെ, ആ സമയത്ത് എന്ത് ചെയ്യാം, ആ സ്കില്ല് ഇംഗ്ലീഷും അതുപോലെ തന്നെ ഹിന്ദി മറ്റു കാര്യം അറബി ഒക്കെ സംസാരിക്കാൻ പഠിക്കാൻ പറ്റിയ ഒരുപാട് ആപ്പുകളും സംവിധാനമുണ്ട്. അതിനുള്ള ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ സമയം അതിനുള്ള സംഘടന. അതുപോലെ തന്നെ കുറച്ച് പ്രാർത്ഥനകൾ കാണാപ്പാടം പഠിക്കുക. ഇങ്ങനെ കുറച്ച് പ്രോജക്റ്റുകൾ നമ്മൾ കുട്ടികൾ തയ്യാറാക്കുക, രക്ഷിതാക്കൾ അത് രൂപാക്കിയെടുക്കുക. ഒരിക്കലും തന്നെ നമ്മൾ അതിൽ കളിക്കാനുള്ള സമയം നമ്മൾ ചെയ്യണം. ആ കളി ഒരിക്കലും എന്താകരുത്, വീട്ടിലിരുന്ന് ഇപ്പൊ കളി കാണലാണ് കളി, അങ്ങനെയല്ല. ശരിക്കും ശരീരം ഇളകി കളിക്കണം, വിയർക്കണം. നന്നായി വിയർക്കുമ്പോഴാണ് മെന്റലി എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഒരു ആവേശം ഉണ്ടാകുക. അപ്പൊ അവർ ആ ഒരു കളിയുടെ ഇതിൽ എന്ത് ചെയ്യും, അവർക്ക് ക്ഷീണം ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് ഉറങ്ങും, അപ്പൊ നല്ല ഉറക്കം കിട്ടും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്താ വെച്ചാൽ ഒരു സോഫയിൽ നിന്ന് ആ സോഫയ്ക്ക് ഇരിക്കുക, അവിടുന്ന് അങ്ങോട്ട് ഇരിക്കുക, ഒരു മൊബൈലിൽ നിന്ന് ടാബിക്ക് പോവുക, ഒരു ഇത് കാണുക, തടിച്ച് വീർത്ത് വണ്ണത്തടിയായി എന്തൊക്കെയോ അസുഖങ്ങളാണ് കുട്ടികൾക്ക്. പെട്ടെന്ന് ചെറിയ കുട്ടികൾക്ക് ഷുഗർ വരുന്ന അവസ്ഥ ഉണ്ടാവും. അതൊക്കെ എന്തുകൊണ്ട് ഇതിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതൊക്കെ മാറ്റിയിട്ടുള്ള രൂപത്തിലേക്ക് എന്ത് ചെയ്യണം, വരേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ കുട്ടിക്കളിയല്ല എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം. വലിയ പരിക്കെന്ത് ഉണ്ടാക്കും. ഇതൊരു ട്രാജഡിയാണ്. അതിലേക്ക് ആ ഗെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ കുട്ടിലേക്ക് അതിന് വാങ്ങി അതിന്റെ സ്വഭാവം കൊണ്ട് തിരിച്ചു വരും. പിന്നെ ആ കുട്ടിയെ നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് കുട്ടികൾ ഈ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങളെ വാപ്പാനോടും ഉമ്മാനോടും നിങ്ങൾ തട്ടിക്കയറും. കുട്ടിയോട് നിങ്ങൾക്ക് ഭാരമുള്ള കാര്യം. അതായത് വകുല്ലഹുമാ ഖൗലൻ കരീമാ എന്ന് പറഞ്ഞില്ല, മാന്യമായിട്ടായിരിക്കണം നിങ്ങൾ അവരോട് സംസാരിക്കണം. ചേന്നുള്ള വാക്ക് പോലും പറയരുത്. അത് പറഞ്ഞ വലിയ പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാലം വളർത്തി വലുതാക്കി കൊണ്ടുവന്ന രക്ഷിതാക്കൾക്ക് യാതൊരു വിലയില്ല. ഏതെങ്കിലും വാട്സപ്പിൽ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഒരാള്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്ന, ഇൻസ്റ്റാഗ്രാമിൽ വന്ന ഏതോ ഒരു മനുഷ്യൻ, വ്യാജ പ്രൊഫൈലും വെച്ച് വന്ന ഒരു മനുഷ്യൻ, എന്നിട്ട് അയാൾക്ക് പൈസ അയച്ചു കൊടുക്കുക, അയാളെ പിന്നാലെ ഇറങ്ങിപ്പോവുക. ഇത് പുതിയ പെൺകുട്ടികളുടെ പരിപാടിയാണ്. എന്നിട്ട് വാപ്പി ഉമ്മി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്തോ ഒരു പ്രശ്നമുള്ള ആൾക്കാർ, അവരെ കുഴപ്പമുണ്ടാക്കി നടക്കുന്ന ആൾക്കാർ. ഇത്ര ഈ രൂപത്തിലേക്ക് വളരാനും ചിന്തിക്കാനും നമ്മൾ ആക്കിയ നമ്മളെ മാതാപിതാക്കളല്ലേ മക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കി. ആ മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് എന്ത് രസമാണ് നമുക്ക് കിട്ടാനുള്ളത്? ഏത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടാനാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്? ഒരിക്കലും ചെയ്യാൻ പാടില്ല. ട്രെയിനിൽ നിന്ന് കാപ്പി കുടിച്ചാൽ ആ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് നമ്മളിങ്ങനെ നോക്കും. പിന്നെ അവസാനം അത് ചുരുട്ടിയിട്ടൊരു ഏറാണ്. ഇതേപോലെ എനിക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിയാൽ പിന്നെ ആ വാപ്പാനും ഉമ്മാനും ചുരുട്ടിയ ഏറെറിഞ്ഞ് ഞാൻ UK പോവുകയാണ്, ഞാൻ ബാംഗ്ലൂർക്ക് പോവുകയാണ്, ഞാൻ കണ്ട മാതിരി ജീവിക്കുകയാണെന്നും പറഞ്ഞാൽ ഓർത്തു വെച്ചോ, ആ ജീവിതം നന്നാവില്ല, അതിൽ ബർക്കത്തുണ്ടാവില്ല. മാതാപിതാക്കളുടെ പ്രാർത്ഥനയെങ്ങാനും എതിരായാൽ നിങ്ങൾ എവിടെ പോയിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി മക്കൾ ആലോചിക്കണം. ഒരിക്കലും മാതാപിതാക്കളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ചിരിക്കാം എന്ന് നിങ്ങൾ ഒരു കാലത്തും വിചാരിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നാളെ പരലോകത്ത് അർശിന്റെ തണല് കിട്ടുന്നത് ആർക്കാണെന്നറിയോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ വളർന്നു വന്ന യുവാക്കൾക്കാകുന്നുവെന്നാണ്. അപ്പൊ ഈ സമയത്ത് നമ്മൾ മോറൽ സ്കൂളുകൾ വരുന്നുണ്ട്. അതിനൊരു 2 മണിക്കൂറോ 3 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ. അതിനെല്ലാ രക്ഷിതാക്കളെ കുട്ടികളെ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു രൂപത്തിലേക്ക് കുട്ടികൾ വരട്ടെ. നമ്മൾ ദാറുൽ ഖുർആനിൽ തുടങ്ങുന്നുണ്ട്. അപ്പോ പറയും കുട്ടികളൊക്കെ വിരുന്ന് വയ്ക്കുകയാണ്. ഇവിടെ എല്ലാം നിങ്ങൾ എവിടുക്കെ വിരുന്നു? അന്യഗ്രഹത്തേക്ക് വിരുന്നു പോകും? ഇല്ലല്ലോ. ഭൂമിക്കലേ ഇരുന്നുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ ജില്ലയ്ക്ക് ഇങ്ങോട്ട് ജില്ലയ്ക്ക് ഏത് ജില്ലയിൽ പോയാലും മോറൽ സ്കൂളിൽ. അതായത് വേറെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിരുന്നൊന്നും ഉണ്ടാവില്ല, അവർക്ക് ഇവിടെ കൂടണം. ഇവിടുന്ന് അങ്ങോട്ട് വിരുന്ന് പോയിക്കണേ അവിടെ മോറൽ സ്കൂൾ ഉണ്ടാവും, അവിടെ കൂടണം. അപ്പൊ എവിടെ ഇതില്ലാത്തതില്ല. അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഉണ്ടാവരുത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് കുട്ടികൾക്ക് മാത്രം പോലെ രക്ഷിതാക്കൾക്ക് ഒരു ഷെഡ്യൂൾ വേണം. രക്ഷിതാക്കൾ 24 മണിക്കൂറും ഫോൺ ഉപയോഗിച്ചുകൊണ്ട് അതിങ്ങനെ കണ്ടാ വിരമിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ഭക്ഷണം തമാശയും കാണുക, എല്ലാ സിനിമയും കാണുക. ഇതാ കുട്ടികൾ കാണുന്നുണ്ട്. കുട്ടികളോട് പോയിട്ട് പഠിക്കാനും പറയാൻ നടക്കൂല കാര്യം. രക്ഷിതാക്കൾക്കും വേണം ഒരു ക്രമം, കുട്ടികൾക്കും വേണം ക്രമം. ചുരുക്കി പറഞ്ഞാൽ 2 മാസം ഒരു പുനരാലോചനയ്ക്ക് നമ്മൾ വിധേയമാക്കണം. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ മുഴുവൻ വെല്ലുവിളികളെയും നമുക്കില്ലാതെയാക്കുവാൻ, പ്രായോഗികമായി ഇല്ലാതെയാക്കുവാൻ ഈ 2 മാസം കൊണ്ട് നമുക്ക് കഴിയണം. ഈ 2 മാസം കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജോലിക്കും തിരക്കിലേക്കും പോകും, കിട്ടൂല നമുക്ക്. അതുകൊണ്ട് കുട്ടികളെ ചേർത്ത് പിടിക്കുക, നല്ല യാത്ര പ്ലാൻ ചെയ്യുക. അങ്ങനെ ഇസ്ലാമികമായി നമ്മുടെ കുട്ടികളെ തിരിച്ചു പിടിക്കാൻ ഈ ഒരു 2 മാസം നമ്മൾ പ്രയോജനപ്പെടുത്തുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.